ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 19 അധ്യായം 30 തിരുവചനം. യേശു വിനാഗിരി സ്വീകരിച്ചിട്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നു. അവൻ തല ചായ്ച്ച് ആത്മാവിനെ സമർപ്പിച്ചു. പ്രിയ സഹോദര സഹോദരി, ഇന്ന് ദുഃഖവെള്ളിയാണ്. നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന പൊൻസുദിനം, നമുക്ക് രക്ഷ നൽകിയ പൊൻസുദിനം. ഈ ഈശോ ഇതുപോലെ അവഹേളിതനായി പിതാവിൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ഇങ്ങനെ മരിച്ചത് കൊണ്ടാണ് പ്രിയ സഹോദര സഹോദരി നമ്മളൊക്കെ ഇന്നും ജീവിക്കുക. എന്തിനാ കർത്താവ് ഇത്രത്തോളം കഷ്ടപ്പെട്ട് ഇങ്ങനെയൊക്കെ ജീവനെ വെടിഞ്ഞത്? ഒന്ന് മാത്രമേ ഉള്ളൂ, നിന്നെയും എന്നെയുമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളതാണ്. അവൻ ചങ്കോട് ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയല്ലേ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നേഹപൂർവ്വം ത്യാഗപൂർവ്വം ഒക്കെ ചെയ്യുക. എന്നെയും നിന്നെയും ഒക്കെ ഈശോയ്ക്ക് വല്ലാതെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് അവൻ ബലിയായി തീർന്നത്. അങ്ങനെയെങ്കിൽ ഈ പൊൻസുദിനത്തിൽ പ്രിയ സഹോദര സഹോദരി, നീ ഒന്ന് ചിന്തിക്കണം. എത്രത്തോളം ആത്മാർത്ഥമായിട്ട് നീ നിൻ്റെ ക്രിസ്തുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്? ആത്മാർത്ഥമായിട്ട് എത്രത്തോളം നീ നിൻ്റെ ക്രിസ്തുവിന് വില കൊടുക്കുന്നുണ്ട്? ഈ വില അനുഭവിക്കുവാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി പാടുപീഠ സഹിച്ച് മരിച്ചതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന ഈ പൊൻസുദിനത്തിൽ നീ ഞങ്ങളോട് കാണിച്ച വലിയ സ്നേഹത്തെ ആഴത്തിൽ അനുഭവിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇടവരട്ടെ. നിൻ്റെ നാമത്തിൽ ഈ ദിവസം അനുഗ്രഹിക്കപ്പെടട്ടെ. നിന്നോടുള്ള സ്നേഹത്താൽ ഞങ്ങൾ ജ്വലിക്കുന്നവരായി തീരട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കാൽവരി കുന്നിന്മേൽ എൻ പേർക്കായി ചിന്തി നീ കുഞ്ഞാടേ, നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ, കാണുന്നെൻ്റെ പായേ. കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം, ആയിരം സൂര്യ